ഗ്രേസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന വചനം പുറപ്പാടിന്റെ പുസ്തകം 14-ാം അധ്യായം 14-ാം വാക്യം. നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ മിണ്ടാതിരിപ്പിൻ എന്ന് പറഞ്ഞു. ഇന്ന് ഈ വചനത്തിലൂടെ ദൈവം നമ്മോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്, ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നാം മിണ്ടാതിരുന്നാൽ മതിയെന്ന്. ഹല്ലേലൂയ. ഒരാൾക്ക് താങ്ങാൻ പറ്റുന്നതിലും അധികം ഭാരമാണ് നിങ്ങൾ താങ്ങുന്നതെങ്കിലും എന്റെ ഭാരങ്ങളൊന്ന് ഇറക്കി വയ്ക്കുവാൻ പറ്റിയിരുന്നുവെങ്കിൽ എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? നമ്മെ ഭാരപ്പെടുത്തുന്ന ഈ അവസ്ഥകളിൽ നാം തനിച്ചാണ് എന്ന് ചിന്തിക്കുന്നുവെങ്കിൽ വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്, മിണ്ടാതിരുന്ന് ദൈവം ആരാന്ന് അറിഞ്ഞുകൊള്ളുവീൻ. ദൈവം നമ്മളുടെ സഹായകനാണ്, ശക്തിയാണ്, രക്ഷകനാണ്. നാം മിണ്ടാതിരുന്നാൽ മതിയെന്ന്. ഹല്ലേലൂയ. നാം നേരിടുന്ന സാഹചര്യങ്ങളിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ഭാരപ്പെടുന്നുവെങ്കിൽ സങ്കീർത്തനം 55-ാം അധ്യായം 22-ാം വാക്യം പറയുന്നു, ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും എന്ന് പറഞ്ഞാൽ പുലർത്തുക തന്നെ ചെയ്യും. ദൈവ പൈതലെ, ദൈവത്തിന് മാത്രം നിയന്ത്രിക്കാൻ പറ്റുന്ന കാര്യങ്ങളുടെ നിയന്ത്രണം നാം സ്വയം ഏറ്റെടുത്ത് സമയം കളയേണ്ട. തങ്ങളിൽ വിശ്വസ്തനും വാക്കുമാറ്റി പറയാത്തവനുമായ ക്രിസ്തുവിൽ വിശ്വസിക്കൂ. നമ്മെ ഇതുവരെ കൊണ്ടുവന്നത് കൈവിട്ട് കളയാനല്ല. സ്വയം നീന്തിക്കടക്കാൻ സാധിക്കില്ല എന്ന് തോന്നുന്ന സാഹചര്യത്തെ ദൈവം കാണുന്നുണ്ട്. കടലിനെ രണ്ടായി വിഭജിച്ച് വഴിയൊരുക്കിയ ദൈവം തന്റെ ഒറ്റ വാക്കിൽ ഭൂമിയെയും അതിലുള്ള സകല ചരാചരങ്ങളെ സൃഷ്ടിച്ച ദൈവം നമ്മുടെ ഏതവസ്ഥകളിലും ആ ദൈവം ഇറങ്ങി നിൽക്കും. നമുക്ക് നീന്തിക്കടക്കാൻ പറ്റാത്ത സാഹചര്യത്തെ താൻ രണ്ടായി വിഭജിച്ച് അതിൽ വഴിയൊരുക്കും. പുറപ്പാടിന്റെ പുസ്തകം 14-ാം അധ്യായം 14-ാം വാക്യം ഇങ്ങനെ പറയൂ, യഹോവ എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യും, ഞാൻ മിണ്ടാതിരുന്ന് എന്റെ ദൈവം ആരാന്ന് അറിഞ്ഞാൽ മതി. ആമേൻ. എത്ര പേർ വിശ്വസിക്കുന്നു? ആമേൻ പറഞ്ഞ് ഈ വചനം ഏറ്റെടുത്തു. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ആമേൻ.